ഹേ ഗേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലെസ്റ്റ് റിയാക്ഷൻ ഗേസ്. അപ്പോൾ ഇന്നലത്തെ കളി എന്ന് പറയാം. ഇന്നലത്തെ കളിക്ക് എൻ്റെ പൊന്നു ആവേശങ്ങൾ നിറച്ചൊരു കളി തന്നെയാണ് പറയുക ഗേസ്. ഒഡീഷ FC വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗേസ്. ഇതാണ് മത്സരം. കഴിഞ്ഞ സീസണിൽ എങ്ങനെയാണോ ഗോവേൻ്റെ അപ്പുറം കളിച്ചത് അതേ ആവേശമാണ് ഇപ്പോഴത്തെ മത്സരത്തിന് കിട്ടിയത് ഗേസ്. മത്സരങ്ങളൊക്കെ തീയാണ് ഗേസ്. 4-ാം മിനിറ്റ് ഗേസ് ഒഡീഷയ്ക്ക് വേണ്ടി ജെറി മാവൻ തേങ്ങ അടിച്ചൊരു ഗോൾ ഗേസ്. എന്നേരം ഞാൻ വിചാരിച്ച് പോയി ഗേസ്, കളി തോറ്റെന്ന് വിചാരിച്ചു ഗേസ്. എൻ്റെ ഹാഫ് ടൈം വരെ ഒരു വില്ലയൊന്നും കണ്ടില്ല. മറ്റേ സന്ദീപിന് പകരം വന്നിട്ട് ചങ്ങ അതിൻ്റെ ഐബൻ്റെ എല്ലാം കുറച്ച് മറ്റേ ഷജു ദാമോദരൻ പറഞ്ഞ പോലെ കല്ലൂരിൽ നിന്ന് മറ്റേ എവിടെയോ പോകുന്ന പോലത്തെ അടിയാണ് കണ്ടേ. അത് കഴിഞ്ഞ് ഗേസ് സെക്കൻഡ് ഹാഫിലാണ് ഗേസ് ഒരു ആവേശം കയറിയ ഒരു ഗോൾ വന്നത്. ക്വാമെ പെപ്ര ദ ബ്ലാക്ക് പാൻഡർ ഗേസ്. ആ ഗോൾ എന്നൊക്കെ വെച്ച് ഗേസ് ആവേശിക്കുന്ന ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു വരുത്ത് വന്നിന്. എത്രാം മിനിറ്റിലാണ് ഗോൾ ഗേസ്? 60-ാം മിനിറ്റിൽ തന്നെ ബ്യൂട്ടിഫുൾ ഗോൾ. ആ ഗോളിനൊരു ക്രെഡിറ്റ് കൊടുക്കേണ്ട വെച്ചാൽ കോറോ സിംഗിനും കൂടിയാണ്. കോറോ സിംഗിന് ഒരു അടി പൊളി മുത്ത് ഒരു ക്രോസാണ് ഗേസ് കൊടുത്തത്. ആ ക്രോസ് അത്യുജ്വലമായിട്ട് ഗേസ് നമ്മളെ ഗോളി കീപ്പർ അമരേന്ദ്രനെ വെട്ടിച്ചുകൊണ്ട് ഒരു അടിപൊളി ഷോട്ടായിട്ട് അവിടെ ഗോളാക്കിയിരിക്കുന്നു. അത് കഴിഞ്ഞ് ഗേസ് സബ്ജക്റ്റ്യൂഷൻ ചെയ്തിരിക്കുന്നു ഗേസ്. അലക്സാണ്ടർ കോയഫിനെ മാറ്റി ഗേസ് നമ്മുടെ സ്വന്തം മൂന്ന് കളികൾ നഷ്ടപ്പെട്ട നമ്മുടെ സ്വന്തം ഐക്കോണിക് പ്ലെയർ ഗേസ് ജീസസ് ജിമിനസ് കളിക്കാൻ ഇറങ്ങിയിരിക്കുന്നു ഗേസ്. കളിക്കാൻ ഇറങ്ങിയ തൻ്റെ വരവറിയിച്ചുകൊണ്ട് ഗേസ് 73-ാം മിനിറ്റിൽ ലൂണയുടെ ഒരു പാസ് നേരെ നോഹ സദവിൻ്റെ തലയിൽ തട്ടി നമ്മുടെ രാജാവിൻ്റെ കളികളിലേക്ക് കിടിലം പോലൊരു ഗോളാക്കി മാറ്റിയിരിക്കുന്നു. എന്നേരം ഒരു ആവേശം ഉണ്ടല്ലോ എൻ്റെ പൊന്നടിയ രോമാജിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഗോളായിരുന്നു ഗേസ്. അത് കഴിഞ്ഞ് കാലക്കെട്ടിന് ഒരു ഫ്രീ കിക്ക് പോയി ഗേസ്. ഫ്രീ കിക്ക് എന്നൊക്കെ വെച്ചാൽ അങ്ങനത്തെ ഫ്രീ കിക്ക്. അത് നമ്മുടെ സൂപ്പർ ലീഗ് ഡിയാഗോ മൗറിഷ്യോ ഗേസ് ഷൂട്ട് ചെയ്ത് അത് നമ്മളെ ഗോളി സേവ് ചെയ്ത് പോസ്റ്റ് തട്ടി ഗേസ് റീബൗണ്ട് പോയി. അത് ക്ലിയർ ചെയ്ത് വീണ്ടും ഒഡീഷയിലെ ഡിഫൻഡർ എന്തോ ഗേസ് അടിച്ച് അതും നമ്മൾ സച്ചിൻ സുരേഷ് സേവ് ചെയ്തതിനു ശേഷം ഗേസ് സൂപ്പർ ലീഗിൽ നിന്ന് ഫോർസ കൊച്ചിക്ക് വേണ്ടി കളിച്ചൊരു ഉഗ്രൻ പ്ലെയറായ ബ്രസീലിയൻ ഡോർലിംഗ് അങ്ങനെ എന്താ പറഞ്ഞ പ്ലെയർ ഗേസ്. ഇപ്പം ഇതിനകത്ത് പറയാൻ വെച്ചാൽ ഗേസ് ഡോറി നമുക്ക് പറയാം. അവൻ്റെ ഒരു അടി ഗേസ് അതാണ് ഗോളി. ഫസ്റ്റത്തെ ജെറീൻ്റെ ഗോളിന് അസിസ്റ്റും ഈ ചങ്ങായി തന്നെയായിരുന്നു. 80-ാം മിനിറ്റ് ഗേസ് 80 മിനിറ്റ് തന്നെയല്ലേ 80-ാം മിനിറ്റ് ഗേസ് പപ്പടം പടമെന്നുള്ള വിചാരിച്ചിരിക്കും ഗോളാണ്. അത് കഴിഞ്ഞ് അതിനെക്കുറിച്ച് തർക്കിക്കാൻ പോയ ഡെൽഡാഗോ അങ്ങനെ പേരുടെ ഡെൽഗാഡോ ഗേസ് ഡബിൾ യെല്ലോ കാർഡ് കിട്ടിക്കൊണ്ട് റെഡ് കാർഡായി പുറത്ത്. അത് കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു അഡ്വാൻറ്റേജ് തന്നെയായിരുന്നു ഗേസ്. അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ അങ്ങനത്തെ അഡ്വാൻറ്റേജ് അത് കൃത്യമായി നമ്മളെ മുത്തോണ് നോഹ സദോയിൻ്റെ ഒരു ഷോട്ട് ഡിഫൻസിന് തട്ടി ഗേസ് റിഫ്ലക്ഷനായ ബോൾ ഗേസ് ഗോൾ ബലേൻ്റെ ഉള്ളിലേക്ക് പോയി ഗേസ്. നൈസ് മാച്ച് ടു യെസ്റ്റർഡേ ഗേസ്. ഓക്കെ സംഭവമൊക്കെ പറയാൻ ഗേസ് ഒഡീഷ ഒരു സമനിലക്ക് തന്നെയാണ് ഗേസ് നോക്കിയത്. കാരണം വെച്ചാൽ ഗേസ് അവർ സ്ട്രൈക്കറും പിന്നെ മിഡ്ഫീൽഡറൊക്കെ മാറ്റി ഗേസ് കുറച്ച് സെൻട്രൽ ബാക്കിനെയാണ് ഗേസ് സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് ഇറക്കിയത്. പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് ഗേസ് കുറച്ച് അറ്റാക്കിനും കൂടി ഇറക്കി. സംഭവം ഗേസ് കിടലായിരുന്നു. ആൻഡ് ജീസസിൻ്റെ സൂപ്പർ സബാണ് ഗേസ് ജീസസ് ജിമിനസ്. അത് കഴിഞ്ഞിട്ട് കൊണ്ട് ഗേസ് എന്തായാലും അവരുടെ പ്രതിരോധം ഗേസ് ഒഡീഷ്യൻ FC-യുടെ പ്രതിരോധം വാട്ട് എ ഡിഫൻസ് ദ ഗൈ. തോഹിബ അങ്ങനെ എന്താ പറഞ്ഞവൻ. പിന്നെ റഹീം അലിയുടെ ഗോൾ ലൈൻ സേവ് ഒക്കെ ഉണ്ട് ഗേസ്. അതൊക്കെ കളി കണ്ടവർക്ക് രോമാജിഫിക്കേഷൻ ആയ ഗോൾ ഇത് മൂമെന്റ് കഴിക്കായിരുന്നു ഗേസ്. നമ്മുടെ 3 ഗോൾ എന്താണ് ഗേസ് ഓഫ് സൈഡ് കഴിക്കായിട്ട് പോയത്. 2 ഗോൾ ഓഫ് സൈഡും പിന്നെ 1 ഗോൾ ഗോൾ ലൈൻ സേവും ഗേസ്. ഓക്കെ മത്സരമൊക്കെ വെച്ചാൽ തീ 95-ാം മിനിറ്റിലായിട്ടാണ് ഗേസ് ആ ഗോൾ വരുന്നത്. നമ്മൾ നോഹ സദോയിൻ്റെ ഇഞ്ചുറി മിനിറ്റിലെ ഗോൾ എൻ്റെ പൊന്നടിയാ കാത്ത് നിൽക്കുന്നുണ്ട് ഗേസ് ആ ഗോളിന് അടിച്ചു ഗേസ്. ഇപ്പം നമ്മളങ്ങനെ 8-ാം സ്ഥാനത്ത് കയറിയിട്ടുണ്ട് ഗേസ് കേരള ബ്ലാസ്റ്റേഴ്സ്. നമ്മളെ ജീസസ് ജിമിനസിൻ്റെ കംബാക്കും പൊളിയായിരുന്നു ഗേസ്. ഓക്കെ എന്തായാലും ഗേസ് നല്ലൊരു മാച്ച് തന്നെ പറയാം. പിന്നെ പറയാന്ന് വെച്ചാൽ ഗേസ് മറ്റേ ചങ്ങായി സൂപ്പർ ലീഗിൽ കളിച്ച് ഒഡീഷൻ FC താരം അവന് നല്ല കളിയിലൊക്കെ കളിച്ച് ഗേസ്. എന്തായാലും കിടിലം കളി ഗേസ്. ഇനി അടുത്ത കളി ആരപ്പോഴൊന്നും അറിയില്ല ഗേസ്. ഓക്കെ എന്തായാലും സെറ്റ് കളിയായ മെയിൻ ഗേസ്. അപ്പം ഇന്നലെ എടുത്തുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ബൈ ബൈ സീ യു.